നമസ്കാരം, എല്ലാവർക്കും ലക്ഷ്യ PSC നോട്ട്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മൾ പ്രിലിംസിന്റെ സിലബസ് ഇടുന്നതിന് മുന്നേ തന്നെ ഡിസ്കസ് ചെയ്ത ടോപ്പിക്കാണ് ഇന്ത്യയുടെ ഭൂമിശാസ്ത്രപരമായ സവിശേഷതകൾ. അപ്പോൾ ഇതിന്റെ 2 ക്ലാസ് നമ്മൾ ചെയ്തിരുന്നു. അപ്പോൾ എല്ലാവരും കുറേ പേര് അതിന്റെ കണ്ടിന്യൂഷൻ ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ടോപ്പിക്കിന്റെ കണ്ടിന്യൂഷൻ ആയിരിക്കും നമ്മൾ അടുത്ത ക്ലാസ്സുകളിലായി ഉണ്ടാകുന്നത്. ഇതിന്റെ ഫസ്റ്റ് 2 പോർഷൻസ് കാണാത്തവരുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഇട്ടേക്കാം. അതിന്റെ കണ്ടിന്യൂഷൻ ആയതുകൊണ്ട് തന്നെ ആ ക്ലാസ് കണ്ടതിന് ശേഷം ഈ വീഡിയോ കാണുക. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഭൗമോപരിതലത്തിന്റെ സവിശേഷതകളുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യയെ 5 ഭൂപ്രകൃതി വിഭാഗങ്ങളായി തരംതിരിച്ചിരിക്കുന്നു. ഏതൊക്കെയായിരുന്നു? ഉത്തരപർവ്വത മേഖല, ഉത്തര മഹാസമതലം, ഉപദ്വീപീയ പീഠഭൂമി, തീരസമതലങ്ങൾ, ദ്വീപുകൾ, ഇങ്ങനെ 5 ഭൂപ്രകൃതി വിഭാഗങ്ങളായി തിരിച്ചിരിക്കുന്നു. ഇതിൽ ഉത്തരപർവ്വത മേഖലയാണ് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തത്. നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ 2 വീഡിയോയിൽ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഉത്തര മഹാസമതലത്തെക്കുറിച്ചാണ്. എന്താണ് ഉത്തര മഹാസമതലം അല്ലെങ്കിൽ നോർത്തേൺ ഗ്രേറ്റ് പ്ലെയിൻ? അതായത് സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര എന്നീ ഹിമാലയൻ നദികളും അവയുടെ പോഷക നദികളും വഹിച്ചുകൊണ്ടുവരുന്ന അവസാദങ്ങൾ നിക്ഷേപിച്ച് രൂപം കൊള്ളുന്ന സമതലമാണ് ഉത്തര മഹാസമതലം. ഓർത്തുവെക്കുക, ഹിമാലയൻ നദികളും അവയുടെ പോഷക നദികളും വഹിച്ചുകൊണ്ടുവരുന്ന അവസാദങ്ങൾ നിക്ഷേപിച്ച് രൂപം കൊള്ളുന്ന സമതലമാണ് ഉത്തര മഹാസമതലം. ഇനി എന്താണ് ഈ അവസാദങ്ങൾ? നമ്മൾ മുന്നേ ഡിസ്കസ് ചെയ്തതാണ്. അവസാദങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ നദികൾ അല്ലെങ്കിൽ പോഷക നദികൾ വഹിച്ചുകൊണ്ടുവരുന്ന ജൈവ അവശിഷ്ടങ്ങൾ അല്ലെങ്കിൽ മഞ്ഞ് എന്നിവയാണ് നമ്മൾ വിളിക്കുന്നത് അവസാദങ്ങളെന്ന്. ഇനി ഈ ഉത്തര മഹാസമതലം രൂപപ്പെടുന്നത് ഹിമാലയത്തിൻ്റെ തെക്ക് ഭാഗത്താണ്. അതേപോലെ ലോകത്തിലെ ഏറ്റവും വിസ്തൃതമായ എക്കൽ സമതലം, ഇന്ത്യയിലെ ഏറ്റവും വലിയ കാർഷിക ഭൂമി ഏതാണ്? ഉത്തര മഹാസമതലമാണ്. അങ്ങനെ പറയാൻ കാരണം ഗോതമ്പ്, ചോളം, നെല്ല്, കരിമ്പ്, പരുത്തി, പയർവർഗ്ഗങ്ങൾ എന്നിങ്ങനെ ഉത്തര മഹാസമതലത്തിൽ കൃഷി ചെയ്യുന്ന വിളകൾ നിരവധിയാണ്. ഈ പ്രദേശം ഇന്ത്യയുടെ ധാന്യപ്പുര എന്നാണ് അറിയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ലോകത്തിലെ ഏറ്റവും ജനനിബിഡമായ പ്രദേശങ്ങളിലൊന്നാണ് ഉത്തര മഹാസമതലം. ഓർത്തിരിക്കുക, ഉത്തര മഹാസമതലത്തിൽ കൃഷി ചെയ്യുന്ന വിളകൾ ഏതൊക്കെയാണ്? ഗോതമ്പ്, ചോളം, നെല്ല്, കരിമ്പ്, പരുത്തി, പയർവർഗ്ഗങ്ങൾ എന്നിവയാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ കൃഷിയുടെ നട്ടെല്ല് എന്നറിയപ്പെടുന്നത് ഉത്തര മഹാസമതലമാണ്. അതേപോലെ ഇന്ത്യയുടെ ധാന്യപ്പുര എന്നറിയപ്പെടുന്നതും ഉത്തര മഹാസമതലം. അതേപോലെ ഭാരതീയ സംസ്കാരത്തിൻ്റെ ഈറ്റില്ലം, ഇതും ഉത്തര മഹാസമതലമാണ്. അപ്പോൾ ഏതൊക്കെയാണ്? ഇന്ത്യൻ കൃഷിയുടെ നട്ടെല്ല്, ഇന്ത്യയുടെ ധാന്യപ്പുര, ഭാരതീയ സംസ്കാരത്തിൻ്റെ ഈറ്റില്ലം. നമ്മൾ മുന്നേ പറഞ്ഞ പോലെ തന്നെ ലോകത്തിലെ ഏറ്റവും വിസ്തൃതമായ എക്കൽ സമതലമാണ് ഉത്തര മഹാസമതലം. ഏകദേശം 7 ലക്ഷം ചതുരശ്ര കിലോമീറ്ററിലാണ് ഈ ഉത്തര മഹാസമതലം. അതേപോലെ ഉത്തര മഹാസമതല പ്രദേശങ്ങളിൽ ഉൾപ്പെടുന്ന സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? പശ്ചിമ ബംഗാൾ, ഉത്തർപ്രദേശ്, ഹരിയാന, രാജസ്ഥാൻ, ബീഹാർ, ആസാം, പഞ്ചാബ്. ഉത്തര മഹാസമതല പ്രദേശങ്ങളിൽ നദികളുടെ പ്രവർത്തനത്താൽ അനവധി ഭൂരൂപങ്ങൾ രൂപം കൊണ്ടിട്ടുണ്ട്. അവയിൽ പ്രധാനപ്പെട്ടവയാണ് ഫാബർ, ടെറായ്, ഫങ്കാർ, ഖാദർ എന്നിവ. വളരെ പ്രധാനപ്പെട്ടവയാണ്. ഫാബർ എന്ന് പറയുന്നത് ഉരുളൻ കല്ലുകളുടെയും മണലിൻ്റെയും വിശാലമേറിയ നിക്ഷേപങ്ങൾ കാണപ്പെടുന്ന പ്രദേശമാണ്. ഇനി ടെറായ് എന്ന് പറയുന്നത് ഫാബർ മേഖലയ്ക്ക് തൊട്ടുചേർന്ന് തെക്കായി കാണപ്പെടുന്ന ഈ പ്രദേശം വളരെയധികം വെള്ളക്കെട്ടുള്ള പ്രദേശമാണ്. ഫങ്കാർ എന്ന് പറയുന്നത് ടെറായ് മേഖലയ്ക്ക് തെക്കായി സ്ഥിതി ചെയ്യുന്ന, ഇത് പുരാതന കാലത്ത് നിക്ഷേപിക്കപ്പെട്ട എക്കൽ മണ്ണാൽ രൂപം കൊണ്ടവയാണ്. ഫങ്കാറിനോട് ചേർന്ന് കാണപ്പെടുന്നതാണ് ഖാദർ. ഇത് ഉത്തര മഹാസമതല പ്രദേശങ്ങളിൽ പുതിയതായി നിക്ഷേപിക്കപ്പെടുന്ന എക്കൽ മണ്ണിൻ്റെ നിക്ഷേപങ്ങളുള്ള പ്രദേശമാണ്. ഇവ രണ്ടും തിരിഞ്ഞു പോകരുത്. ഖാദർ എന്ന് പറയുന്നത് പുതിയതായി നിക്ഷേപിക്കപ്പെടുന്ന എക്കൽ മണ്ണിൻ്റെ നിക്ഷേപങ്ങളുള്ള പ്രദേശം. എന്നാൽ ഫങ്കാർ എന്ന് പറയുന്നത് പുരാതന കാലത്ത് നിക്ഷേപിക്കപ്പെട്ട എക്കൽ മണ്ണാൽ രൂപം കൊണ്ടവയാണ്. അതുകൊണ്ട് തന്നെ കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണ് ഖാദറാണ്. അപ്പോൾ ഏതൊക്കെയാണ് ഉത്തര മഹാസമതലങ്ങളിൽ വരുന്ന ഭൂരൂപങ്ങൾ? ഫാബർ, ടെറായ്, ഫങ്കാർ, അതേപോലെ ഖാദർ. ഓക്കെ, അപ്പം കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണ് ഖാദറാണ്.
അടുത്തതായി ഥാർ മരുഭൂമി. ഇത് ഉത്തര മഹാസമതലത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന മരുഭൂമിയാണ്. അതേപോലെ ഇന്ത്യയിലെ ഏറ്റവും വലിയ മരുഭൂമി. ഥാർ മരുഭൂമി ഏറ്റവും കൂടുതൽ വ്യാപിച്ചിരിക്കുന്ന സംസ്ഥാനം രാജസ്ഥാനാണ്. ഓർത്തിരിക്കുക, ഏറ്റവും കൂടുതൽ ഥാർ മരുഭൂമി വ്യാപിച്ചിരിക്കുന്ന സംസ്ഥാനം രാജസ്ഥാനാണ്. അതേപോലെ ഥാർ മരുഭൂമി പ്രദേശത്ത് ലഭിക്കുന്ന മഴയുടെ അളവ് 150 മില്ലിമീറ്ററിൽ താഴെയാണ്. ഥാർ മരുഭൂമിയിലെ മരുപ്പച്ച എന്നറിയപ്പെടുന്നത് ജയ്സാൽമീർ ആണ്. ഇത് രാജസ്ഥാനിലാണ്. ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത, ഇന്ത്യയിലെ ഏറ്റവും വരണ്ട പ്രദേശം കൂടിയാണ് ജയ്സാൽമീർ. അതേപോലെ ഇന്ത്യയിൽ ഒരു ദിവസത്തെ ഏറ്റവും കൂടിയ ശരാശരി താപനില രേഖപ്പെടുത്തിയ സ്ഥലം ഫലോഡിയാണ്. ഇതും രാജസ്ഥാനിലാണ്. 51 ഡിഗ്രി സെൽഷ്യസ് ആണ് ഇവിടെ ഒരു ദിവസം രേഖപ്പെടുത്തിയത്. ഇനി നദികൾ മെനഞ്ഞ സമതലങ്ങൾ. പഞ്ചാബ് ഹരിയാന സമതലമുണ്ടായത് ഏതൊക്കെ നദികൾ കാരണമാണ്? ഹിന്ദുവും അതിൻ്റെ പോഷക നദികളും കാരണമാണ് പഞ്ചാബ് ഹരിയാന സമതലം ഉണ്ടായത്. രാജസ്ഥാനിലെ മരുസ്ഥലി ബാഗർ സമതലങ്ങളുണ്ടായത് ലൂണി, സരസ്വതി നദികൾ കാരണമാണ്. ഈ മരുസ്ഥലി ബാഗർ സമതലത്തിൻ്റെ പ്രത്യേകത, അവിടെ ലവണാംശമേറിയ മരുഭൂമി മണ്ണാണ് കാണപ്പെടുന്നത്. ഇനി ഗംഗാ സമതലം. ഗംഗയും പോഷക നദികളും കാരണമുണ്ടായ സമതലമാണ് ഗംഗാ സമതലം. അതേപോലെ അസമിലെ ബ്രഹ്മപുത്ര സമതലം എന്ന് പറയുന്നത് ബ്രഹ്മപുത്രയും അതിൻ്റെ പോഷക നദികളും കാരണമായി ഉണ്ടാകുന്ന സമതലമാണ്. അപ്പോൾ ഏതൊക്കെയാണ് നദികൾ മെനഞ്ഞ സമതലങ്ങൾ? പഞ്ചാബ് ഹരിയാന സമതലം, രാജസ്ഥാനിലെ മരുസ്ഥലി ബാഗർ സമതലം, ഗംഗാ സമതലം, അതേപോലെ അസമിലെ ബ്രഹ്മപുത്ര സമതലം. ഇനി ഈ സമതലങ്ങളെക്കുറിച്ചുള്ള പ്രത്യേകതകൾ പഠിക്കാം. രാജസ്ഥാൻ സമതലത്തിലൂടെ ഒഴുകുന്ന ഒരേ ഒരു നദിയാണ് ഏതാണ്? ലൂണി. അതേപോലെ രാജസ്ഥാനിൽ കാണപ്പെടുന്ന ഉത്തര മഹാസമതലത്തിൻ്റെ ഒരു ഭാഗമാണ് ഈ മരുസ്ഥലി ബാഗർ എന്ന് പറയുന്നത്. പഞ്ചാബ് സമതലം. തെക്കു പടിഞ്ഞാറൻ മൺസൂണിൻ്റെ ബംഗാൾ ഉൾക്കടൽ ശാഖയും അറബിക്കടൽ ശാഖയും കൂടിച്ചേരുന്ന പ്രദേശമാണ് പഞ്ചാബ് സമതലം. അപ്പോൾ ഏതൊക്കെ കൂടിച്ചേരുന്നതാണ്? ബംഗാൾ ഉൾക്കടൽ ശാഖയും അറബിക്കടൽ ശാഖയും കൂടിച്ചേരുന്ന പ്രദേശം. ഇനി പഞ്ചാബ് ഹരിയാന സമതല പ്രദേശത്തിലെ പ്രധാന വിളകൾ ഏതൊക്കെയാണ്? ഗോതമ്പ്, ചോളം, കരിമ്പ് എന്നിവയാണ്. പഞ്ചാബ് ഹരിയാന സമതല പ്രദേശത്തിലെ പ്രധാന വിളകൾ ഗോതമ്പ്, ചോളം, കരിമ്പ് എന്നിവയാണ്. എന്നാൽ ബ്രഹ്മപുത്ര സമതലത്തിലെ പ്രധാന വിളകൾ നെല്ല്, ചണം എന്നിവയാണ്. രണ്ട് നദികൾക്കിടയിൽ ഉള്ള എക്കൽ പ്രദേശത്തെ പറയുന്ന പേരാണ് ഡോബ്. ഓർത്തിരിക്കുക, രണ്ട് നദികൾക്കിടയിൽ ഉള്ള എക്കൽ പ്രദേശത്തിന് പറയുന്ന പേര് ഡോബ് എന്നാണ്. ഗംഗാ സമതലം. ഗംഗാ സമതലത്തെ വീണ്ടും മൂന്നായി തിരിക്കുന്നു. അവയാണ് അപ്പർ ഗംഗാ സമതലം, മിഡിൽ ഗംഗാ സമതലം, അതേപോലെ ലോവർ ഗംഗാ സമതലം. ഇനി സുന്ദർബൻസ് ഡെൽറ്റ. എന്താണ് ഈ ഡെൽറ്റ എന്ന് പറയുന്നത്? നദീപ്രവാഹത്തിലൂടെ എത്തുന്ന മണ്ണ് നദീമുഖത്ത് അടിഞ്ഞുകൂടി ഉണ്ടാകുന്ന പ്രദേശത്തെയാണ് ഡെൽറ്റ എന്ന് പറയുന്നത്. ഇനി ഈ സുന്ദർബൻസ് ഡെൽറ്റയുടെ പ്രത്യേകത എന്താണ്? ഗംഗ, ബ്രഹ്മപുത്ര നദികളുടെ നിക്ഷേപ പ്രക്രിയയിലൂടെ രൂപം കൊണ്ട ഡെൽറ്റയാണ് സുന്ദർബൻസ് ഡെൽറ്റ. ഗംഗ, ബ്രഹ്മപുത്ര നദികളുടെ നിക്ഷേപ പ്രക്രിയയിലൂടെ രൂപം കൊണ്ട ഡെൽറ്റ. ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത, ലോകത്തിലെ ഏറ്റവും വലിയ ഡെൽറ്റയാണ് സുന്ദർബൻസ് ഡെൽറ്റ. അതേപോലെ ലോകത്തിലെ ഏറ്റവും വലിയ കണ്ടൽക്കാടുള്ളതും സുന്ദർബൻസ് ഡെൽറ്റയിലാണ്. അപ്പോൾ ഇത്രയാണ് ഉത്തര മഹാസമതലത്തെക്കുറിച്ച് പഠിക്കാനുള്ളത്. അപ്പോൾ നമ്മൾ പഠിച്ചത് ഒന്നുകൂടെ നോക്കാം. സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര സമതലം എന്നറിയപ്പെടുന്ന ഏത് സമതലമാണ്? ഉത്തര മഹാസമതലമാണ്. അവസാദങ്ങൾ എന്താണെന്ന് നമ്മൾ പഠിച്ചു. അതേപോലെ ലോകത്തിലെ ഏറ്റവും വിസ്തൃതമായ എക്കൽ സമതലമാണ് ഉത്തര മഹാസമതലം. ഇന്ത്യയിലെ ഏറ്റവും വലിയ കൃഷിഭൂമി. അതുകൊണ്ട് തന്നെ 3 പേരുകൾ അറിയപ്പെടുന്നു. ഇന്ത്യൻ കൃഷിയുടെ നട്ടെല്ല്, ഇന്ത്യയുടെ ധാന്യപ്പുര, ഭാരതീയ സംസ്കാരത്തിൻ്റെ ഈറ്റില്ലം. പിന്നെ നമ്മൾ എന്തൊക്കെ പഠിച്ചു? ഭൂരൂപങ്ങൾ പഠിച്ചു. ഏതൊക്കെ പഠിച്ചു? ഫാബർ, ടെറായ്, ഫങ്കാർ, ഖാദർ. അതേപോലെ കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായത് ഖാദറാണെന്നും പഠിച്ചു. ഥാർ മരുഭൂമിയെ പഠിച്ചു. ഇന്ത്യയിലെ ഏറ്റവും വലിയ മരുഭൂമിയാണ്. അതേപോലെ ഉത്തര മഹാസമതലത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്നു. ഏറ്റവും കൂടുതൽ വ്യാപിച്ചിരിക്കുന്ന സംസ്ഥാനം ഏതായിരുന്നു? രാജസ്ഥാൻ. പിന്നെ ഇന്ത്യയിലെ ഏറ്റവും വരണ്ട പ്രദേശം ഏതായിരുന്നു? ജയ്സാൽമീർ ആണ്. ഇത് രാജസ്ഥാനിലാണ്. പിന്നെ നമ്മൾ നദികൾ മെനഞ്ഞ സമതലങ്ങളെക്കുറിച്ച് പഠിച്ചു.
പിന്നെ സമതലങ്ങളുടെ പ്രത്യേകതകൾ പഠിച്ചു. അതിനകത്ത് രാജസ്ഥാൻ സമതലത്തിലൂടെ ഒഴുകുന്ന ഒരേ ഒരു നദി ഏതാണ്? ലൂണിയാണ്. പിന്നെ സുന്ദർബൻസ് ഡെൽറ്റ, അത് ഗംഗ ബ്രഹ്മപുത്ര നദികളുടെ നിക്ഷേപ പ്രക്രിയയിലൂടെ രൂപം കൊണ്ട ഡെൽറ്റയാണ്, ലോകത്തിലെ ഏറ്റവും വലിയ ഡെൽറ്റ. ഓക്കെ, നമ്മൾ ഇത്രയുമാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഇതിൻ്റെ കണ്ടിന്യൂവേഷൻ നെക്സ്റ്റ് ക്ലാസ്സിലുണ്ടാവും. താങ്ക് യു.